നമസ്കാരം. മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. വടി കൊടുത്ത് അടിമേടിച്ച കുഴനാടൻ. മാസപ്പടി കേസിൽ കേമനഗർ നോക്കിയ കുഴനാടൻ നാണം കെട്ടു. കോൺഗ്രസ് നേതാക്കളുടെ മാസപ്പടി മറച്ചുവെച്ചു. ഇന്ത്യയിൽ നിയമജ്ഞരുടെ പട്ടിക എടുത്താൽ അതിൽ പ്രധാനി താനാണെന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് MLA-യും കോൺഗ്രസ് നേതാവുമായ മാത്യു കുഴനാടൻ. ഏത് വിഷയത്തിലും ആധികാരികമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ മടിക്കാത്ത അദ്ദേഹം പലപ്പോഴും പരിധി വിട്ട് കുതിക്കുന്നതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും സ്വമേധയാ മേടിച്ചത്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരിമണൽ കമ്പനിയായ CMRL സ്ഥാപനത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ അന്യായമായി മാസം തോറും പണം കൈപ്പറ്റിയിരുന്നു എന്നത് അഴിമതിയുടെ ഭാഗമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മാത്യു കുഴനാടൻ കോടതിയിലെത്തിയത്. എന്നാൽ ഹൈക്കോടതി കുഴനാടന്റെ കേസിലെ അവകാശവാദങ്ങൾ തള്ളിക്കളയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ബാംഗ്ലൂർ കേന്ദ്രമായി നടത്തി വരുന്ന എക്സാലോജിക് എന്ന കമ്പനി വഴി മാസം തോറും ആനുകൂല്യം കൈപ്പറ്റിയിരുന്നു എന്നും ഇത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് നൽകി വന്ന സഹായത്തിന്റെ ഭാഗമാണെന്നും ഒക്കെയാണ് കുഴനാടൻ കേസിൽ അവകാശപ്പെട്ടത്. എന്നാൽ കുഴനാടന്റെ അവകാശവാദങ്ങൾ വ്യക്തമായ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി കേസ് തള്ളിയത്. സംഭവത്തിൽ നേരത്തെ കുഴനാടൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. ആ കോടതി കേസ് തള്ളിയപ്പോഴാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഹൈക്കോടതിയും കുഴനാടന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. കൊച്ചിയിലെ കരിമണൽ കമ്പനി വലിയ തോതിൽ ആദായമുണ്ടാക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനിയിൽ നിന്നും ആനുകൂല്യം പറ്റാത്ത നേതൃനിരയിൽ ആരും കേരളത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയക്കാർ മാത്രമല്ല, സാമുദായ നേതാക്കളും സന്നദ്ധ സംഘടനകളുടെ നേതാക്കളും അടക്കം എല്ലാവരും കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന CMRL കമ്പനിയുടെ മുതലാളിയുടെ അടുപ്പക്കാരായിരുന്നു. എല്ലാവർക്കും കാര്യമായ സഹായം നൽകുന്നതിന് മുതലാളി ഒരു ക്ഷാമവും കാണിച്ചിരുന്നില്ല. കരിമണൽ കമ്പനിയിൽ നിന്നും വലിയ തോതിൽ പണം സ്വീകരിച്ചവരുടെ പട്ടികയിൽ കോൺഗ്രസിലെ മുതിർന്ന പല നേതാക്കളുടെയും പേരുകളുമുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, മുൻ KPCC പ്രസിഡന്റ് തുടങ്ങി മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി, RSP നേതാവ് ഷിബു ബേബി ജോൺ തുടങ്ങി പല നേതാക്കളും കരിമണൽ കമ്പനിയിൽ നിന്നും വലിയ തോതിൽ സംഭാവനയായി സ്വീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കമ്പനി പുറത്തുവിട്ട രേഖകളിൽ നിന്നും വ്യക്തവുമാണ്. ഈ വസ്തുതകൾ മുന്നിൽ നിൽക്കുമ്പോഴാണോ ഈ ലോകത്തു നിന്നും അഴിമതിയെല്ലാം തുടച്ചു നീക്കുന്ന മഹാത്മാഗാന്ധി ആവുക എന്ന ലക്ഷ്യം പറഞ്ഞുകൊണ്ട് മാത്യു കുഴനാടൻ അഴിമതി വിരുദ്ധ പോരിനിറങ്ങിയത്? പുറത്തു മാത്രമല്ല, നിയമസഭയിലും എന്ത് വിഷയം ഉയർന്നു വന്നാലും അപ്പോൾ തന്നെ ഭരണഘടനയുടെയും ശിക്ഷാ നിയമത്തിന്റെയും ഒക്കെ വകുപ്പുകൾ നിരത്തിക്കൊണ്ട് വാദിക്കാൻ കുഴനാടൻ മടിക്കാറില്ല. ഏത് വാദം ഉയരുമ്പോഴും അതിലെല്ലാം ഭരണം നടത്തുന്ന ഇടതുപക്ഷ നേതാക്കളുടെ കുറ്റങ്ങളും കുറവുകളുമായിരിക്കും മുഖ്യമായും പറയുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇത്തരത്തിൽ അഴിമതി വിരുദ്ധതയുടെ കാരണവരായി നിൽക്കുന്ന കുഴനാടൻ തന്നെ ഇടുക്കി ജില്ലയിലെ സ്വന്തം റിസോർട്ടിന് സർക്കാർ ഭൂമി കയ്യേറിയെടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉയർന്നു എന്ന കാര്യം ഇവിടെ പ്രസക്തമാണ്. കരിമണൽ കമ്പനിയിൽ ഉടമയിൽ നിന്നും കേരളത്തിലെ സ്വാധീനമുള്ള ഒട്ടുമിക്ക നേതാക്കന്മാരും പതിവായി സംഭാവനകൾ സ്വീകരിക്കാറുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. നേതാക്കന്മാർ മാത്രമല്ല, കേരളത്തിലെ പല മാധ്യമങ്ങളും പതിവായി കരിമണൽ കമ്പനി ഉടമയിൽ നിന്നും വലിയ തുകകൾ സ്വീകരിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്നതാണ്. ഇതെല്ലാം കുഴനാടൻ എന്ന കോൺഗ്രസ് നേതാവിനെ ബാധിക്കുന്ന കാര്യമല്ല. എന്നാൽ കരിമണൽ കമ്പനിയുടെ ഉടമയിൽ നിന്ന് കോൺഗ്രസിന്റെ നേതാക്കളും സംഭാവനകൾ സ്വീകരിച്ചതായി രേഖകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പേരിൽ മാത്രം അഴിമതി ആരോപണവുമായി രംഗത്ത് വരാൻ കുഴനാടനെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് എന്നത് കോൺഗ്രസ് നേതാക്കൾ പരിശോധിക്കേണ്ടതാണ്. മാത്യു കുഴനാടൻ കേരളത്തിലെ പുതുതലമുറ നേതാക്കളിൽ പ്രധാനിയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തും അതല്ല എങ്കിൽ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഭരണത്തിന്റെ തലപ്പത്തും ഒക്കെ എത്തുക എന്ന വലിയ മോഹവുമായി നടക്കുന്ന ഒരു നേതാവാണ് മാത്യു കുഴനാടൻ. കുഴനാടൻ അതുകൊണ്ട് തന്നെ കിട്ടുന്ന വടികളെല്ലാം എടുത്ത് പ്രയോഗിച്ച് താൻ വലിയ കേമനാണെന്ന് വരുത്തുവാനുള്ള ശ്രമങ്ങളായിരുന്നു എന്നത് വ്യക്തം. കോൺഗ്രസ് നേതാക്കൾ സംഭാവന സ്വീകരിച്ചിട്ടുള്ള ഒരു കമ്പനിക്കെതിരെ കേസ് നടത്തുമ്പോൾ ഒന്നുകിൽ അദ്ദേഹം തനിക്കെതിരെ നിലപാടെടുത്തിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ പകരം വീട്ടുക എന്നതായിരിക്കും ഉദ്ദേശിച്ചത്. അതല്ല എങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അടക്കം എല്ലാവരും അഴിമതിക്കാരാണ് എന്ന് വരുത്തി തീർത്ത് താൻ മാന്യനും സത്യസന്ധനും കറകളഞ്ഞ കൈകളുള്ളവരാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയായിരിക്കാം. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും കരിമണൽ കമ്പനിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായി ലാഭം കൊയ്യുവാൻ ശ്രമം നടത്തിയ മാത്യു കുഴനാടൻ എന്ന കോൺഗ്രസ് നേതാവിന് ഹൈക്കോടതി വിധി തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയതെന്ന കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.